5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിൽ BJP ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ. അവസാനം അവർ ന്യൂനപക്ഷത്തിൽ നിന്ന് തന്നെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ഇറക്കി സർജിക്കൽ സ്ട്രൈക്ക് ആരംഭിച്ചു. ഒരുപക്ഷെ കേന്ദ്ര BJP സമിതി കൂടെയാണല്ലോ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇന്നലെ വരെ അനിശ്ചിതത്വവും അഭ്യൂഹങ്ങളും മത്സരിക്കുന്നില്ല എന്നുള്ളൊരു ഫീലുമെല്ലാം ഉണ്ടാക്കി അഡ്വക്കേറ്റ് സുരേഷ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷും എറണാകുളത്തുള്ള ശ്രീ B ഗോപാലകൃഷ്ണനുമൊക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രാദേശിക നേതാക്കളുടെ വികാരമൊക്കെ കൂടെ പഠിച്ച് 2 ദിവസത്തിനകം NDAയുടെ ചെയർമാനും പിന്നെ BJP പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുമെന്നൊക്കെ പത്രസമ്മേളനമൊക്കെ നടത്തി, പത്രക്കാരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അദ്ദേഹമാവട്ടെ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു, പ്രാദേശിക നേതാവായിരുന്നു, കർഷക സംഘടനകൾക്കിടയിൽ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹം ചിലപ്പോൾ ചില ചലനങ്ങൾ അവിടെ ഉണ്ടാക്കിയേക്കാം. കാര്യം BJP ഇതിനകത്തൂടെ കാണുന്ന ഒരു നേട്ടം ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്തുവാൻ, കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് മണിപ്പൂർ വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്തുവാൻ ഉള്ള ഒരു ശ്രമമായി ഈ പ്രോജക്റ്റിനെ കാണാം, ഈ പദ്ധതിയെ മിഷനെ കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ലേറ്റായെങ്കിലും രാജീവ് ചന്ദ്രശേഖർ കോളടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അനുഭവ സമ്പത്തുള്ള പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞു. BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി. അതും ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണ്. മുസ്ലിങ്ങൾക്ക് ഒരു സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ്. എങ്കിൽ പോലും ക്രിസ്ത്യാനികൾക്ക് മോശമല്ലാത്ത സ്വാധീനം അവിടെ ഉണ്ട്. നേരത്തെ 7000-ഉം 8000-ഉം വോട്ട് പിടിച്ചിരുന്നു. 17000 വോട്ട് പിടിച്ച കാര്യവുമുണ്ട് അവിടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 17000 വോട്ടും നേരത്തെ 8000 വോട്ടും ഒക്കെ പിടിച്ചു. അപ്പോൾ 8000 മുതൽ 17000 വരെ വോട്ട് ഇപ്പോൾ തന്നെ BJPക്ക് അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് വോട്ട് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും കൂടി പിടിക്കാൻ പറ്റിയാൽ, പിന്നെ അബ്ദുള്ള കുട്ടി ഫാക്ടറും മുസ്ലിം ഫാക്ടറും ഒക്കെ കൂടി കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും BJP ശക്തമായ ഭീഷണി 2 മുന്നണികൾക്കും ഉണ്ടാക്കാൻ കഴിയും. ജയിക്കുമോ ഇല്ല എന്നിപ്പോൾ പറയാനാകില്ല. പക്ഷേ എന്നാലും അതിശക്തമായ മത്സരമുണ്ടാകും. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഭീഷണിയായി ശ്രീ അൻവർ, UDFന് ഭീഷണിയായി ശ്രീ അൻവർ രംഗത്തുണ്ട്. അപ്പോൾ 4 വോട്ടുകൾ ഭിന്നിച്ചു പോകും. 4 ദേശീയ തലത്തിലുള്ള പാർട്ടികളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത്, ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണെന്നുള്ളൊരു അപ്പർ ഹാൻഡുണ്ട്. പിന്നെ KPCCയുടെ സാഹിത്യ വിഭാഗത്തിൻ്റെ, കലാസാഹിത്യ വിഭാഗത്തിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നു, അപ്പോൾ കൺവീനറൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്പർ ഹാൻഡുണ്ട്. പിന്നെ അവിടുത്തെ നിലമ്പൂർ നഗരസഭയുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഷൗക്കത്തിന് ഒരു പ്രാദേശികവാദത്തിൻ്റെ അപ്പർ ഹാൻഡ് കിട്ടുന്നതാണ്. എന്നാൽ സ്വരാജ് താത്വിക ആചാര്യനാണ്. CPMൽ വളർന്നു വരുന്ന ഏത് വിഷയത്തെക്കുറിച്ചും കേൾക്കുന്ന ഇതിന് അഭിപ്രായം പറയുന്ന വലിയ താത്വിക ആചാര്യനായി വളർന്നുകൊണ്ടിരിക്കുന്ന സ്വരാജുണ്ട്. അപ്പോൾ അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം CPMന് വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൻവർ, PV അൻവർ അവിടുത്തെ നിലവിലെ MLA ആയിരുന്നു, രാജിവെച്ച MLA ആണ്. അദ്ദേഹത്തിന് അവിടെ നല്ല ഹോൾഡുള്ള ആളാണ്. പ്രത്യേകിച്ച് പ്രളയമൊക്കെ വന്നപ്പോഴും കോവിഡൊക്കെ വന്നപ്പോഴും ധാരാളം ആളുകളെ സാമ്പത്തികമായും അല്ലാതെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിലും പല കാര്യത്തിലും. അതുപോലെ തന്നെ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് നിലമ്പൂർ നിവാസികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ മുന്നേറ്റമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. തൊഴിലാളികളുടെയും പാവങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, അശരണരായിട്ടുള്ളവരുടെ ഒരു കേന്ദ്രം, അഭയകേന്ദ്രം എന്നുള്ള നിലയിൽ അൻവർ സീരിയസ് ആയി അവിടെ രംഗത്തുണ്ട്. അപ്പോൾ പിന്നെ BJP, പിന്നെ ഇദ്ദേഹം കൂടെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട BJPക്കാരൻ കൂടിയാകുമ്പോൾ 4 പേരാകുമ്പോൾ വളരെ ശക്തമായ, പിന്നെ നമ്മുടെ അഖില ഭാരതീയ ഹിന്ദു ഐക്യവേദി, ഭദ്രാനന്ദ സ്വാമിയുടെ ആളുകൾ, പിന്നെ അങ്ങനെ കുറേ എന്തായാലും സ്ഥാനാർത്ഥിത്വം മൊത്തത്തിൽ തെളിയാൻ ഇനി 2 ദിവസം കൂടി എടുക്കും, അല്ലെങ്കിൽ നാളെയൊക്കെ തെളിയും. വലിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. BJP കൂടി കളത്തിലിറങ്ങിയതോടുകൂടി കളം മാറി കാര്യങ്ങൾ. ഇനിയിപ്പോൾ BJPയുടെ വോട്ട് ഡീലുണ്ട്, കോൺഗ്രസുമായി ഡീലുണ്ടെന്ന് CPMനും CPMുമായി ഡീലുണ്ടെന്ന് കോൺഗ്രസും പറയേണ്ട സാഹചര്യമില്ല. BJPയുടെ വോട്ട് BJP പിടിക്കും. പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിലൊക്കെ വഖഫ് ഭേദഗതിയൊക്കെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളുടെ വലിയൊരു ശതമാനം വോട്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിരിക്കുന്നു. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, BJP ഒളിവിലാണോ? അപ്പോൾ അല്ല, BJP ഒളിച്ചത് പുലി പതുങ്ങുന്നത് വീണ്ടും ശൗര്യത്തോടു കൂടി വരാനാണ്. അപ്പോൾ BJP പതുങ്ങിയത് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താനാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തി വലിയ ഒരു മുന്നേറ്റമാണ് BJP ഉണ്ടാക്കുമെന്ന് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കളത്തിൽ കാണാം. ടീമുകൾ റെഡിയായിട്ടുണ്ട്.
എല്ലാവരും ജേഴ്സി അണിഞ്ഞു തുടങ്ങി. നാളെ ഇത് കൊടുത്തു കഴിയുമ്പോൾ, നോമിനേഷൻ കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും ജേഴ്സി അണിഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ആരാണ് ജയിക്കുക, ആരാണ് സിക്സർ അടിക്കുക, എത്ര ഗോളാണ് കിട്ടുക, എല്ലാം നമുക്ക് നാളെ കഴിഞ്ഞ് അടുത്ത കുറച്ച് ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടറിയാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ 21 തീർച്ചയായിട്ടും നമുക്ക്, അതായത് ഏകദേശം 23 ദിവസം കഴിയുമ്പോൾ ആരാണ് ക്യാപ്റ്റൻ, പുതിയ താരം എന്ന് നമുക്കറിയാൻ പറ്റും. അതിനുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാ സ്ഥാനാർത്ഥികളും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും, ഇപ്പോൾ നന്നിട്ടുള്ള 4 സ്ഥാനാർത്ഥികൾക്കും ഇനി വരാൻ പോകുന്നവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും ജയിക്കട്ടെ.